കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി കുവൈറ്റിൽ നിന്നും അത്ര ശുഭകരമായ വാർത്തകളൊന്നുമല്ല പുറത്തുവരുന്നത്. കൊറോണ വ്യാപനം മൂലം പ്രതിസന്ധി നേരിട്ട പ്രവാസികൾ നാടുകളിലേക്ക് മടങ്ങുമ്പോൾ ഏറെ ആശങ്കയിലാണ് ഏവരും. സ്വദേശിവൽക്കരണം ശക്തമാകുമ്പോഴും പല തൊഴിൽ മേഖലകളും പ്രവാസികൾക്ക് വിധിക്കപ്പെട്ടിരുന്നു. എന്നാൽ ആ മേഖലകളിൽ പോലും പ്രവാസികളുടെ വലിയ കുറവ് രേഖപ്പെടുത്തിയിട്ടുണ്ട്. അത്തരത്തിൽ പ്രവാസികളുടെ എണ്ണത്തിൽ വലിയ കുറവ് രേഖപ്പെടുത്തിയ മേഖലകളാണ് ഇപ്പോൾ കുവൈറ്റ് പുറത്തുവിടുന്നത്. നമസ്കാരം, പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം. പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. കഴിഞ്ഞ ദിവസം പുറത്തുവിട്ട കണക്കുകൾ പ്രകാരം ഒരു വർഷത്തിനിടയിൽ മാത്രം കുവൈറ്റ് തൊഴിൽ കമ്പോളത്തിൽ 2 ലക്ഷത്തിലേറെ പേരുടെ കുറവ് രേഖപ്പെടുത്തുകയുണ്ടായി. 2020 മാർച്ച് മുതൽ 2021 മാർച്ച് വരെയുള്ള കണക്കുകൾ പ്രകാരമാണ് റിപ്പോർട്ട് പുറത്തു വന്നിരിക്കുന്നത്. 15 വ്യത്യസ്ത മേഖലകളിൽ നിന്നുള്ള ജീവനക്കാരാണ് ഈ കാലയളവിൽ കുവൈറ്റ് തൊഴിൽ കമ്പോളം വിട്ടതെന്ന് അൽ ഖബസ് പത്രം റിപ്പോർട്ട് ചെയ്തിരിക്കുന്നു. ഇങ്ങനെ രാജ്യം വിട്ടവരിൽ ഏറ്റവും കൂടുതൽ പേർ ഇന്ത്യക്കാരാണെന്നും റിപ്പോർട്ടിൽ ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. എന്നാൽ ഒരു വർഷത്തിനിടെ 1.99 ലക്ഷത്തിലേറെ ജീവനക്കാരുടെ കുറവാണ് കുവൈറ്റിൽ രേഖപ്പെടുത്തിയത്. അതിൽ ഏറ്റവും കൂടുതൽ ജീവനക്കാരെ നഷ്ടമായത് റിയൽ എസ്റ്റേറ്റ് മേഖലയിലാണ്. 53,000 പേർക്കാണ് ഈ മേഖലയിൽ നിന്ന് മാത്രം തൊഴിൽ നഷ്ടമായത്. കൊറോണ വ്യാപനം നൽകിയ പ്രതിസന്ധിയും എണ്ണവില കുത്തനെ കുറഞ്ഞതും ഉൾപ്പെടെയുള്ള കാരണങ്ങളാൽ റിയൽ എസ്റ്റേറ്റ് രംഗത്തുണ്ടായ വലിയ തകർച്ചയാണ് ഇതിന് കാരണമായി ചൂണ്ടിക്കാണിക്കുന്നത്. റിയൽ എസ്റ്റേറ്റ് മേഖല കഴിഞ്ഞാൽ പിന്നെ മൊത്ത ചില്ലറ വ്യാപാര രംഗം, കാർ റിപ്പയറിംഗ് തുടങ്ങിയ മേഖലയിൽ നിന്നാണ് കൂടുതൽ പ്രവാസികൾ തൊഴിൽ ഉപേക്ഷിച്ച് നാട് വിട്ടത്. 37,000 ജീവനക്കാരാണ് ഈ മേഖലയിൽ നിന്ന് മാത്രം പുറത്തുപോയതെന്നും കണക്കുകൾ ചൂണ്ടിക്കാണിക്കുന്നു. ഇതിനു പുറമെ നിർമ്മാണ മേഖലയിലും തൊഴിലാളികളുടെ എണ്ണത്തിൽ വലിയ കുറവ് രേഖപ്പെടുത്തിയിട്ടുണ്ട്. 30,000-ലേറെ പേരാണ് ഈ മേഖല ഉപേക്ഷിച്ചത്. വ്യവസായ രംഗത്ത് 32,000-ലേറെ പേരുടെ കുറവും രേഖപ്പെടുത്തി. കൂടാതെ ഇലക്ട്രിസിറ്റി, ഗ്യാസ്, എയർ കണ്ടീഷനിംഗ് തുടങ്ങിയ മേഖലയിൽ തൊഴിലാളികളുടെ എണ്ണത്തിൽ ഈ കാലയളവിലായി ചെറിയ വർധനവുണ്ടായി. കണക്ക് പ്രകാരം 369 പേരാണ് ഈ മേഖലകളിൽ കഴിഞ്ഞ ഒരു വർഷത്തിനുള്ളിൽ വർദ്ധിച്ചത്. വിവരസാങ്കേതിക വിദ്യ, കമ്മ്യൂണിക്കേഷൻ, ധനകാര്യം, ഇൻഷുറൻസ്, വിദ്യാഭ്യാസം, കല, വിനോദം, ആരോഗ്യം തുടങ്ങിയ മേഖലകളിൽ ജീവനക്കാരുടെ കാര്യമായ കുറവ് രേഖപ്പെടുത്തിയിട്ടില്ല. അതോടൊപ്പം തന്നെ ഈ കാലയളവിൽ സ്വകാര്യ മേഖലയിൽ ഒരു തൊഴിലിൽ നിന്ന് മറ്റൊരു തൊഴിലിലേക്ക് മാറിയവരുടെ എണ്ണത്തിൽ വലിയ വർധനവുണ്ടായതായും കണക്കുകൾ വ്യക്തമാക്കുന്നു. അതായത് 1,07,000 പേരാണ് പുതിയ മേഖലയിലേക്ക് മാറിയത്. തൊഴിൽ കമ്പോളത്തിലുണ്ടായ ക്ഷാമം മൂലം പലരും മെച്ചപ്പെട്ട തൊഴിലിലേക്ക് മാറുകയായിരുന്നു. തൊഴിൽ ക്ഷാമം മൂലമുണ്ടായ ശമ്പള വർധനവും തൊഴിൽ മാറ്റത്തെ ത്വരിതപ്പെടുത്തി. ഈ വർഷം ആദ്യ പകുതിയിൽ തന്നെ 4 ലക്ഷത്തിലേറെ പേരുടെ വർക്ക് പെർമിറ്റ് പുതുക്കിയതായും കണക്കുകൾ വ്യക്തമാക്കുന്നു. നിലവിൽ 15 ലക്ഷത്തോളം തൊഴിലാളികളാണ് സ്വകാര്യ മേഖലയിലുള്ളതെന്നും റിപ്പോർട്ടിൽ പറയുന്നുണ്ട്. എന്നാൽ പലരും കുവൈറ്റ് വിടാൻ കാരണമായത് തൊഴിൽ മേഖലയിലുണ്ടായ കുറവിന് അനുസൃതമായി പുതിയ തൊഴിലാളികൾ എത്താത്തതാണ് എന്നതാണ്. കോവിഡ് പ്രതിസന്ധിയെ തുടർന്നുണ്ടായ സാമ്പത്തിക പ്രയാസങ്ങളെ തുടർന്ന് പ്രവാസികൾ രാജ്യം വിട്ടതും വലിയ പ്രശ്നമായി മാറിയിരുന്നു. അതേസമയം വിദേശത്ത് നിന്ന് പുതിയ ജീവനക്കാരെ റിക്രൂട്ട് ചെയ്യുന്നതിൽ ഏർപ്പെടുത്തിയിരിക്കുന്ന വിലക്കും ഇതിനെ സാരമായി ബാധിച്ചു. വിദേശ രാജ്യങ്ങളിലുള്ള തൊഴിലാളികൾക്കാവട്ടെ യാത്രാ നിയന്ത്രണങ്ങൾ കാരണം രാജ്യത്തേക്ക് തിരികെ വരാനാവാത്ത സ്ഥിതിയുമാണ്. പലരുടെയും വിസ വിദേശ രാജ്യങ്ങളിലായിരിക്കെ ക്യാൻസലാക്കുകയും ചെയ്തു. ഇതുമൂലം നിരവധി പേർ മറ്റ് ഗൾഫ് രാഷ്ട്രങ്ങളെ ആശ്രയിക്കുകയാണ് ചെയ്യുന്നത്. ഈ വർഷം കുവൈറ്റ് തൊഴിൽ കമ്പോളം വിട്ടവരിൽ ഏറ്റവും കൂടുതൽ പേർ ഇന്ത്യയിൽ നിന്നുള്ള പ്രവാസികളാണെന്ന് മാർക്കറ്റ് ഇൻഫർമേഷൻ സിസ്റ്റം റിപ്പോർട്ട് വ്യക്തമാക്കി. 67,000-ൽ കൂടുതൽ പേരാണ് വിവിധ കാരണങ്ങളാൽ 2021 ജനുവരി മുതൽ മാർച്ച് വരെയുള്ള മാസങ്ങളിൽ കുവൈറ്റിൽ നിന്ന് നാട്ടിലേക്ക് മടങ്ങിയത്. സ്വകാര്യ മേഖലയിൽ നിന്ന് തൊഴിൽ നഷ്ടമായി തിരികെ പോയവരിൽ 21,431 പേർ ഇന്ത്യക്കാരും 11,135 പേർ ഈജിപ്തുകാരും 6,136 പേർ ബംഗ്ലാദേശുകാരുമാണ്. ഈ കാലയളവിൽ ഗാർഹിക തൊഴിലാളികളായ 17,000-ലേറെ പേർ കുവൈറ്റ് വിട്ടപ്പോൾ അതിൽ 10,000-ലേറെ പേരും ഇന്ത്യക്കാരാണ്. കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ.